ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ സോളാർ സിസ്റ്റം വെക്കാൻ എല്ലാം റെഡിയാക്കി, ഏജൻസിയെ കണ്ടെത്തി, പാനലും ഇൻവെർട്ടറും ഒക്കെ ഫൈനൽ ചെയ്തു. പക്ഷേ അവസാനം KCB പറയുന്നത് എന്താണെന്നറിയാമോ? ഇവിടെ സോളാർ കണക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇത് പലർക്കും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ട്രാൻസ്ഫോമറിൻ്റെ ഫീസിബിലിറ്റി മുൻകൂട്ടി പരിശോധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. സോളാർ സിസ്റ്റം വെക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട 21 പ്രധാന കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ സീരീസിലെ 5ാമത്തെ വീഡിയോയാണ് ഇത്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പേ ട്രാൻസ്ഫോമർ ഫീസിബിലിറ്റി ഉറപ്പാക്കുക എന്നുള്ള കാര്യത്തെ പറ്റിയാണ്. സോളാർ ഓൺ ഗ്രിഡ് സിസ്റ്റം അല്ലെങ്കിൽ ഹൈബ്രിഡ് സിസ്റ്റം, ഇതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നിങ്ങളുടെ വീട്ടിലേക്ക് ഉപയോഗിക്കും, മിച്ചം വന്നാൽ KCB ഗ്രിഡിലേക്ക് പോകും. പക്ഷേ ഇതിനൊരു പ്രധാന നിബന്ധനയുണ്ട്. നിങ്ങളുടെ ഏരിയയിലെ ട്രാൻസ്ഫോമറിന് അത്രത്തോളം കപ്പാസിറ്റി ഉണ്ടാകണം. കാരണം ഒരേ ട്രാൻസ്ഫോമർ ഇതിനകം തന്നെ പല വീടുകളും സോളാർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയായാൽ ചിലപ്പോൾ പുതിയ സോളാർ കണക്ഷൻ അവർക്ക് അനുവദിക്കാനായിട്ട് പറ്റത്തില്ല. ഒരു ട്രാൻസ്ഫോമറിന്റെ 90% ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് സോളാർ വെക്കുവാനായിട്ട് അനുവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് KCB ഫീസിബിലിറ്റി ചെക്ക് നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം. ഇനിയും ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ വ്യക്തമാക്കാം. ഒരു പ്രദേശത്ത് 10-15 വീടുകൾ ഇതിനകം സോളാർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നിരിക്കട്ടെ. അവിടെയുള്ള ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റി ഫുൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയയിൽ പുതിയ ആളുകൾ സോളാറിനായിട്ട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ KCB നോ പറയാനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ ട്രാൻസ്ഫോമറിന്റെ ഫീസിബിലിറ്റി കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് പിന്നീട് നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്താലും നിങ്ങൾക്ക് നെറ്റ് മീറ്റർ ലഭിക്കുകയോ അല്ലെങ്കിൽ KCBയുമായിട്ട് കണക്ഷൻ കിട്ടുകയോ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ മുൻകൂട്ടി പരിശോധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞങ്ങളുടെ ഓഫീസ് ഇരിക്കുന്ന സെക്ഷന്റെ കീഴിൽ പല ട്രാൻസ്ഫോമറിനും ഫീസിബിലിറ്റി തീർന്നിരിക്കുകയാണ്. എന്നാൽ ഇതറിയാതെ തന്നെ ഈ അടുത്തിടയ്ക്ക് ഒരു വീട്ടിൽ ഒരു വെണ്ടർ സോളാർ ഇൻസ്റ്റാൾ ചെയ്തു. അതിൽ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഒരു പക്ഷേയുള്ള കോമ്പറ്റീഷൻ ആയിരിക്കും. പെട്ടെന്ന് തന്നെ ഓർഡർ കിട്ടുന്നു, പെട്ടെന്ന് തന്നെ വീടുകളിൽ വെക്കുന്നു. അതിനുശേഷമായിരിക്കും ഇവർ പലപ്പോഴും MNREയോ ഫീസിബിലിറ്റിയോ ഒക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പം ഈ രീതിയിൽ ഫിറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് KCB ചെല്ലുന്ന സമയത്ത് അവർക്ക് ഫീസിബിലിറ്റി കിട്ടാത്ത ഒരു ഇഷ്യൂ പിന്നീട് ആ സോളാർ പാനൽ അവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടതായി വന്ന ഒരു സംഭവം നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് അബദ്ധങ്ങൾ പറ്റാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ സോളാർ സിസ്റ്റം വെക്കാൻ പോകുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഉറപ്പാക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങളുടെ ഏരിയയിലെ ട്രാൻസ്ഫോമർ ഫീസിബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് നമുക്ക് ഓൺലൈനിൽ പോയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ ചെന്നിട്ട് KCB ഫീസിബിലിറ്റി ചെക്ക് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സൈറ്റ് ലഭിക്കുന്നതാണ്. അവിടെ പോയി നിങ്ങളുടെ സെക്ഷനും ട്രാൻസ്ഫോമറും ഒക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫീസിബിലിറ്റി ചെക്ക് ചെയ്യാവുന്നതാണ്. KCBയിൽ നിന്ന് പെർമിഷൻ കിട്ടുമോ, നെറ്റ് മീറ്ററിംഗ് ചെയ്യാൻ സാധിക്കുമോ, ഇവയെല്ലാം മുൻകൂട്ടി പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീടുണ്ടാകുന്ന അനാവശ്യമായ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ സോളാർ വെക്കുന്നതിന് മുൻപ് KCB ഫീസിബിലിറ്റി ചെക്ക് നിർബന്ധമാണ്. ഫീസിബിലിറ്റിയുടെ പ്രാധാന്യത്തെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. സോളാർ സിസ്റ്റം വെക്കുന്നതിന് മുൻപായി ശ്രദ്ധിക്കേണ്ട 21 പ്രധാന കാര്യങ്ങളെ പറ്റിയുള്ള വീഡിയോ സീരീസിലെ 5ാമത്തെ കാര്യമാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. ബാക്കി വീഡിയോസും ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോളാറിനെ പറ്റി നിങ്ങൾ കൂടുതലായി അറിയാനും പഠിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. കൂടുതൽ സോളാർ ടെക് വീഡിയോകളും നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.